രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്കാം. ഒരു പണിക്ക് പോകത്തില്ല, മകനെ കുറിച്ച് ചിന്തയില്ല. ദേ മനുഷ്യനെ ഒന്നങ്ങോട്ട് വന്നേ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരുടെയും ആ പഴച്ച വാടും. വാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം പറഞ്ഞത്. നാം ഇന്നലെ എവിടെയോ വാട് വെച്ചു. അത് എവിടെയാണ്? എവിടെയാണോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. 100 തൊണ്ണൂറ് അടുക്കാൻ മേല. ആ വാടിന്റെ കാര്യമല്ല പറഞ്ഞത്. നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ ഞാൻ വിളിക്കുന്നു. എങ്ങോട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കാത്ത ചൂടുകളെന്ന് നിർത്തിയേക്കണം. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയന്മാരെ ഒപ്പിച്ച പോലെ. എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് ഇതാ പണി.
കുടിച്ചിരിക്കണ തങ്കപ്പൻ. ആ കുരുത്തം കെട്ടൊരു മകനിരിക്കുന്നു തങ്കപ്പൻ. അവ കുളക്കടവിൽ കുളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ. നല്ല കല്ല് കൊണ്ടുവന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ തന്റെ മോനെ മര്യാദ കൊള്ളാം കേട്ടോ. അല്ല എന്തായത് അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്. അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ. ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. ഹലോ. അയ്യോ ഇന്നത്തെ ഡോക്ടറിന്റെ ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 എന്നെയല്ല എന്റെ മകളെ. യെസ് 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 മൈ ഓൺലി ഡോട്ടർ. ഓക്കേ ബൈ ബൈ. അയ്യോ ആരാണ്? നിങ്ങൾ ആകാംക്ഷ കാത്തിരുന്ന ചെറുക്കനെ കൂട്ടലും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ പക്ഷെ ഏതാ ഈ ഹനുമാൻ? ഈ വാക്കിന്റെ വിക്രിയിലൊന്ന് പുലർത്തിക്കൊടുത്തു. അയ്യോ ഈ നിൽക്കുന്നത് ഹനുമാനല്ല. ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലെയുള്ള മകൻ, ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ പുഞ്ചിരിക്കുമ്പോൾ പഞ്ഞു കാണും ചെറുത്ത ശ്യാമളൻ കാര്യങ്ങളിലേക്കാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. വിദ്യാഭ്യാസം. ജോലിഫിക്കേഷൻ ജോലിഫിക്കേഷൻ. Correct. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു വഴി വേണം, ഒരു ഇല വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു തീയല കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മകൻ ആന. അല്ല ഭാഷ വഴിയിടാൻ മറന്നുപോയതാ. ആര്? ആരുടെ? ആരാ? ഇവനെ കണ്ടാലേ ഈ നാട്ടുകാരെല്ലാവരും ഓടി വരും. അത്രയ്ക്ക് വൃത്തികെട്ടവനല്ലേ? Nothing of it about it. അയ്യ പിന്നെ. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പം വന്നവൻ? തുറന്നാൽ പച്ചത്തടി കൈയെടുത്താൽ കുമ്പിനി വാസവന് പോലീസിലായി ജോലി. നാട്ടിലൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശ് വാങ്ങി കേസൊതുക്കലിൽ പോയി. പശുവുള്ള കേമ, വിശയുള്ള കേമ, അക്കിയത് തനിക്കാൻ വെറുതനക്കാനില്ല. ഒപ്പിലങ്ങ് ദേഷ്യം വന്ന ഉടനെ വിളിത്തകത്തുള്ള പത്തുള്ള തെളിപ്പടയും ഒപ്പിനുടി പേടി ഒപ്പിനുടനെ ഒപ്പിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കരുതിക്കാൻ പറയൂ. സത്യമല്ല, ആരാണ് ഇവൻ? കണ്ടത് സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്നെയാണ്. I am the father of your Maimon, okay? ഓഹോ, അത് ശരി. എന്റെ മകളെ
കഴിച്ചു വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് അത് സൂക്ഷിക്കേണ്ടത്. എടേ, മോളെ നോക്ക് പിന്നെ ഇറങ്ങണേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ ലാത്തി അടിക്കട്ടെ. നമുക്ക് അവിടെ പോയി ലാത്തി ചാർജ് നടത്താം. ഇത് നമ്മൾ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? എടോ, ഇന്നലെയില്ലാത്ത രാജാവേ, എന്തോ നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാനാണ് സാർ പറഞ്ഞത്. ചായ കുടിച്ച് തീരുമ്പോൾ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. ചേട്ടാ എന്താ? ദേ ചായ. ഇനി തന്നെ എന്ത് പറ്റി? പൊള്ളിപ്പോയി. അതെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്താ? ചായ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നീ എനിക്ക് ഭയങ്കര. ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടിയല്ലേ എന്നെ തുറച്ചു പോകുന്നത്? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? നിനക്കെന്താ പണി? തയ്യലാ. പോകട്ടോ. പോക്കറ്റ് മാത്രമല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടൻ്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമാണ്. ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ 1 വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ കഴിവായിരുന്നെങ്കിൽ എനിക്ക് ചായച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിക്കാൻ തൂറുപോകാൻ പെൺകൊടി കൂട്ടുവഴുത്തേക്കൊരു കൂട്ടുവഴു പെൺകൊടി മുംബൈ കാണാടി പുറകെ താജ്മഹൽ കാണാടി ഗോവ കാണാടി അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി ഒരുങ്ങി വന്നാൽ നമുക്ക് ഗോലിംഗ ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കെട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛനെതിരെ കേസ് കൊടുക്കും. ഇത് ഇന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം.
നിഴൽ നെഞ്ചിൽ ചേർന്നാട്ടം